എല്ലാവരും സുഖമല്ലേ? ഇന്നൊരു പുതിന റൈസ് ഉണ്ടാക്കാൻ കാണിച്ചു തരാം. നല്ല ഗ്രീൻ കളറിൽ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ്. വെറൈറ്റി റൈസ് ഡിഷസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. വേണ്ട കാര്യങ്ങൾ നോക്കാം. ഒരു വലിയ ഹാൻഡ്ഫുൾ ഫ്രഷ് മിൻറ്റ്, ഒരു 5-10 പച്ചമുളക്, 10-12 ഗാർലിക്ക്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ലൈമ്. പിന്നെ വേണ്ടത് ഡൈസ്ഡ് ആയിട്ടുള്ള ബീൻസ് എടുത്തിട്ടുണ്ട്. അത് ഞാനിതിൽ കാട്ടാൻ മറന്നുപോയി. അതും വേണം. അതൊരു കപ്പോളം എടുത്തോ. ഇനി നമുക്ക് ഈ ഗാർലിക്കും ജിഞ്ചറും ചില്ലിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആദ്യം അതൊന്ന് ക്രഷ് ആയി കഴിഞ്ഞ് ഇത് ഈ പാകത്തിനാവുമ്പം നമുക്കിനി പുതിന ഇടാം. ആദ്യം തന്നെ പുതിന ഇട്ടാൽ അത് കറുത്ത കളറായി പോവും. എന്നിട്ട് വേറൊരു സ്മെല്ലും വരും. അത് കാരണം ലാസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പാകത്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ലൈം പിഴിഞ്ഞൊഴിക്കാം. അപ്പം ഗ്രീൻ കളർ റീറ്റെയിൻ ചെയ്യാം. എന്നിട്ടത് മാറ്റി വെക്കാം. പിന്നെ ഒരു കാസ്റ്റ് അയണിൻ്റെ പാൻ എടുത്തിട്ടുള്ളത്. ഒരു ഇത്തിരി 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ ഒരു ബേ ലീഫ്, 2 ക്ലോവ്സ്, 2 കാർഡമം ഇട്ട് വഴറ്റിയിട്ട് പിന്നെ ഈ നമ്മളെ മസാലയും ഇട്ടിട്ട് ഇളക്കുക. അതുതന്നെ നല്ല സ്മെല്ല് വരും. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ബീൻസ് ഇടാം. നമുക്ക് 1 കപ്പ് ബീൻസാണ് എടുത്തത്. ബീൻസ് അധികം സോഫ്റ്റ് ഒന്നും ആവണ്ട, നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ കിടന്നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത റൈസ് ഇടാം. അതൊരു 3-4 കപ്പോളം ഉണ്ട്. ഉപ്പിട്ട് കുക്ക് ചെയ്ത റൈസാണ്. ബാസ്മതിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും റൈസ് ഇടാം. വലിയ മറ്റേ മട്ട അരി അതൊന്നും പാടില്ല. പിന്നെ ലാസ്റ്റ് ലൈം പിഴിഞ്ഞൊഴിക്കുക. റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ല സ്മെല്ലുമാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു ചിക്കൻ ഫ്രൈയോ ചിക്കൻ ഡ്രൈ റോസ്റ്റോ പിന്നെ തൈരും ചേർത്ത് കഴിക്കുകയാണ്. താങ്ക്സ് കേട്ടോ.